ദ മാനിപ്പുലേറ്റഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ 4th എപ്പിസോഡാണിത്. തേജുങ്ങിനെ കുത്തിവെച്ച് ഡോക്ടറെ പുറത്തേക്ക് പോകുമ്പം സംഭവം 30 മിനിറ്റ് കഴിയുന്ന ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്. യോഹാനായിരിക്കണം. അവിടെ ഹീറോയ്ക്ക് രക്ഷപ്പെടാനും 30 മിനിറ്റേ ഉള്ളൂ, അവന് ചാവാനും 30 മിനിറ്റേ ഉള്ളൂ. തേജുങ് അവന്റെ കട്ടിലില് പള്ളിയിൽ നിന്ന് എടുത്ത ആ ഒരു ആണി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് താക്കോലും എടുത്തിട്ടാണ് പോകുന്നത്. ആ ആണി ഒരു സോക്കറ്റിൽ വെച്ച് അത് അടിച്ച് ഉള്ളിലേക്ക് കയറ്റുമ്പം പവർ കട്ട് ആവുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നും പറഞ്ഞ് അത് നോക്കാൻ സെക്യൂരിറ്റി ഓഫീസിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡും പോകുമ്പം തേജുങ് ആ റൂമിലേക്ക് കയറി സെക്യൂരിറ്റി കാർഡ് എടുത്ത് പുറത്തേക്ക് പോയിട്ട് ഒരു റൂം തുറന്ന് നേരെ സ്റ്റോറേജ് റൂമിലേക്ക് പോയി അവിടുന്ന് സിവിലിയൻ ഡ്രസ്സ് എടുത്തിട്ട് അതിന്റെ മേലെ അവന്റെ യൂണിഫോം എടുത്തിട്ട് എപ്പോഴത്തെ പോലെ തുടയ്ക്കുന്നേ തൂക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് അതിലേ പോകുന്നുണ്ട്. ഓരോ സ്ഥലം പോയി ബ്ലോക്ക് എയിലെത്തി ബിയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ഗാർഡ് വരുന്നത് കണ്ട് മാറി നിൽക്കുന്നു. പക്ഷെ ക്ലീൻ ആക്കുന്ന ഒരു സാധനം കണ്ട് ആ ഗാർഡ് അതും എടുത്തിട്ട് സ്റ്റോറേജ് റൂമിൽ വന്ന് നോക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് ചെക്കൻ ഇരിക്കുന്നത്. പക്ഷെ ആള് കാണുന്നില്ല. ആരെയും കാണാണ്ട് ഗാർഡ് പോകുന്നത് കണ്ട് തേജുങ് എണീക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. തലയൊക്കെ ഒരുമാതിരി കറങ്ങുന്ന പോലെ ഉണ്ട്. ഡോക്ടറെ കുത്തിവെച്ചത് അതിന്റെ ജോലി ചെയ്ത് തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. എണീക്കാൻ പറ്റാതെ കഷ്ടപ്പെടുമ്പം ഇവിടെ യൂൺഷിക്ക് അവൻ പറഞ്ഞതുകൊണ്ട് പാലത്തിന്റെ അടുത്ത് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വണ്ടി എടുത്തുകൊണ്ട് വന്ന്. തേജുങ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എണീറ്റ് വെന്റിലേഷൻ റൂമിലേക്ക് പോയി അവിടുന്ന് അവന്റെ യൂണിഫോം ഊരിയിട്ട് വെന്റിലേഷനിലേക്ക് കയറുന്നുണ്ട്. അവൻ അതിലൂടെ നടന്നു പോകുമ്പം ചെറുതായിട്ട് താഴെ കൂടെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇത് നമ്മുടെ ടെറർ ഗാർഡ് ശ്രദ്ധിച്ച് വന്ന് നോക്കുന്നുണ്ട്. ആള് വന്നിട്ട് എന്തോ വെച്ച് തട്ടി നോക്കുന്നു. പക്ഷെ എലിയാണെന്ന് വിചാരിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് തേജുങ്ങിന്റെ ജീവൻ പോയി വരുന്നു. ഇവിടെ യൂൺഷിക്ക് പേടിച്ച് തേജുങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. അതിലുള്ളതാണെങ്കില് ചെടികാട്. തൊലഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുമ്പം പുള്ളിയാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുവാണ്. തേജുങ് വിസിറ്റിംഗ് ഏരിയ വരെ പാസ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ ആ തലയ്ക്ക് മയക്കം പോലെ വന്നിട്ട് തീരെ പറ്റുന്നില്ല. ഇവിടെ ചെടികാട് യൂൺസിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാ കാറി കയറ്, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അത് വേണ്ട, ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ പൊക്കോളാന്ന് യൂൺഷിക്ക്. തേജുങ് വെന്റിലേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുന്നു. ഇവിടെ ഓഫീസർക്ക് ഒരു കോൾ വരുന്നുണ്ട്. ടെറർ ഗാർഡാണ് വിളിക്കുന്നത്. തേജുങ് ഉപേക്ഷിച്ചു പോയ ക്ലിനിക് എക്യുപ്മെന്റ്സ് ടെറർ ഗാർഡ് കണ്ടായിരുന്നല്ലോ. അതിന്റെ പേരിലാണ് ചെടികാടിനെ പിടിച്ച് വഴക്കുറയുന്നത്. ചെടികാടാണ് ഇതൊക്കെ നോക്കേണ്ടിയിരുന്നത്. ഇന്നത്തെ ഡ്യൂട്ടി പുള്ളിക്കാണ്. ചെവി പൊട്ടുന്നാണ് കൊച്ചയെടുക്കുമ്പം പെട്ടെന്ന് തന്നെ ചെടികാട് അവിടുന്ന് പോകുന്നുണ്ട്. ചെടികാട് പോകുമ്പം വേറൊരു വഴിയില്ലാതെ യൂൺഷിക്ക് അവിടുന്ന് വണ്ടി എടുത്ത് പോകേണ്ടി വരുന്നുണ്ട്. ഇവിടെ തേജുങ്ങിനെ കണ്ണുപോലും മര്യാദയ്ക്ക് കാണുന്നില്ല. ഒരുമാതിരി കിറങ്ങി സിവിൽ അഫയേഴ്സിന്റെ ഓഫീസിലേക്കാണ് അവൻ വരുന്നത്. അവിടെ ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. ഒന്നാമത് തീരെ വയ്യ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോകുന്നവരെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നതും. തേജുങ്ങിന്റെ അടുത്ത് ഒരു മുത്തശ്ശി വന്നിരിക്കുന്നുണ്ട്. മുത്തശ്ശിന്റെ അടുത്ത് എന്തോ ഒരു ബോക്സ് ഉണ്ട്. അത് ജസ്റ്റ് ആയിട്ടൊന്ന് കീറി വിടുന്നു. പുള്ളിക്കാരി എണീറ്റ് പോകുമ്പം അത് താഴെ വീണ് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തേജുങ് നൈസായിട്ട് ആ ആൾക്കൂട്ടത്തിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ തേജുങ് ഒരു വിധത്തില് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ അവനെ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. തീരെ വയ്യാണ്ട് മയങ്ങി വീഴുന്നു. ആ സീൻ അങ്ങനെ കട്ട് ചെയ്ത് ഒരു ട്രാക്കില് കാർ റേസിംഗ് നടക്കുന്നതാണ് കാണുന്നത്. അവിടെയാണ് യോഹാൻ ഉള്ളത്. പുള്ളിക്ക് അത് കണ്ടിട്ടൊരു ഫണ്ണായിട്ട് തോന്നുന്നില്ല. അവിടുത്തെ മെയിൻ ആളെ വിളിച്ചിട്ട് നമുക്കേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം ചെയ്താലോ, ഒരു സ്വിച്ച് വെക്കുക, എന്നിട്ട് ആ സ്വിച്ചിൽ ഞെക്കുമ്പം ബനാനാസൊക്കെ ഇങ്ങനെ ട്രാക്കിലേക്ക് വന്ന് വീഴണം. അപ്പൊ ഡ്രൈവേഴ്സിന് ഗ്രിപ്പ് കിട്ടാതെ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കും. അതൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നൈസ് ആയിരിക്കൂലേ. കൊള്ളാം സാർ, നല്ല കോമഡിയാണ്. അതിന് ഞാൻ തമാശ പറഞ്ഞല്ല. സൈക്കോ സ്വഭാവം അറിയാവുന്നതുകൊണ്ടായിരിക്കണം പുള്ളി പേടിച്ച് അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും റേസും വിൻ ചെയ്യുന്നു. പുതിയ റെക്കോർഡ് ഇട്ടു സാർ. നമ്മൾ ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിരിക്കും ജയിക്കുക. ആക്സിഡന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഫണ്ണുള്ളൂ സാർ. അതൊന്നും നമുക്ക് പറ്റത്തില്ല. ആക്സിഡന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയ പ്രശ്നമായിരിക്കും. പിന്നെ റേസേഴ്സിനൊക്കെ നഷ്ടപ്പെടും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സാർ. എടോ, ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണം. പക്ഷെ അവർക്ക് ഇഞ്ചുറി പറ്റിയാൽ നമ്മൾ എങ്ങനെ ജയിക്കും സാർ? ഓ, താൻ ജയിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണല്ലേ എന്നും പറഞ്ഞൊന്ന് പൊട്ടിച്ചിരിച്ച് ഇപ്പോഴാണ് പ്രോബ്ലം സോൾവ് ആയത്. ആ റേസേഴ്സ് ഒന്നും സാക്രിഫൈസ് ചെയ്യാൻ പോലും വರ್ತല്ലെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ശരി, ഓക്കെ, പോവാണെന്ന് പറഞ്ഞ് പുള്ളി പോകുന്നുണ്ട്. ഒരു ജാതി വല്ലാത്ത സൈക്കോ തന്നെ. യോഹാൻ വീട്ടിൽ വന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒരു വലിയ സ്ഥലത്ത് വലിയതായിട്ട് വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ആ ചെറിയ മോഡൽ തന്നെ വലിയ സ്ഥലത്താണ് ഉള്ളത്. ഇത് നോക്കി സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അവന്റെ നാനി വരുന്നത്. നാനിയും തീരെ മോശമല്ല, ഈ ചെറുക്കനെക്കാട്ട് വലിയ സൈക്കോ ആണെന്നാണ് തോന്നുന്നത്. രണ്ടുപേരുടെയും ചിരി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മാച്ച്, ഭയങ്കര വൈബ്. ഇവിടെ വാർഡന്റെ അടുത്തേക്ക് കമ്മീഷണർ വരുന്നുണ്ട്. കമ്മീഷണറിന്റെ കൂടെ യോഹാനും. ചെക്കൻ നേരെ വന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടിട്ട്, ഡാടാ മോനെ അതൊന്ന് നോക്കിക്കൂടാന്ന് വാർഡൻ. അത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഈ ചെറുക്കൻ ആരാണെന്ന്. പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കോഫി കുടിച്ചാലോ എന്ന് യോഹാൻ. അത് കേട്ടതും കമ്മീഷണർ വഴിമാറി വാർഡനോട് ഈ ജെന്റിൽമാൻ എന്താണോ ചോദിക്കുന്നത് അതെല്ലാം അങ്ങ് ചെയ്തു കൊടുത്തേക്കാൻ. അതും പറഞ്ഞ കമ്മീഷണർ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെയാണല്ലേ ഏറ്റവും കൂടുതൽ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ക്രിമിനൽസ് ഉള്ളത്? ആ അതെ, പക്ഷെ നിങ്ങളാരാ? ഒന്നും നോക്കാതെ ആ ടേബിളിലേക്ക് കയറി ചടുകൂടെ വരുന്ന കണ്ടിട്ട് വാർഡൻ പേടിച്ചു പോകുന്നുണ്ട്. അല്ല, ഈ കമ്മീഷണറുടെ കൂടെ ഇങ്ങനെ വരാനും മാത്രം നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ എന്ന് പറയാവോ? ഞങ്ങൾ തമ്മിലൊന്നുമില്ല, എനിക്ക് അങ്ങനെ അറിയ പോലും ഇല്ല. പക്ഷെ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്തവര് എന്റെ ഫ്രണ്ട്സ് ആണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് യുനോ. വാർഡൻ അവിടെ ഒരുമാതിരി പേടിച്ചിട്ടാണ് ഉള്ളത്. അല്ല, കമ്മീഷണർ പറഞ്ഞിട്ട് പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഇവിടെയുള്ള സമയത്ത് നിങ്ങളുടെ ജേണിയിൽ നിങ്ങളെ നന്നായിട്ട് നോക്കിക്കോണെന്ന്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് സമ്മതിച്ചു തരണമെന്ന്. അങ്ങനെയല്ല കമ്മീഷണർ പറഞ്ഞത്. നിങ്ങൾ എന്താണോ പറയുന്നത് അതേപോലെ ചെയ്യാൻ. അപ്പോഴാണ് യോഹാന്റെ മുഖത്ത് ഒരു ചിരി കാണുന്നതും പുള്ളിക്ക് കുറച്ച് സമാധാനാവുന്നതും. ഒരു പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എൻവയോൺമെന്റൽ വോളണ്ടിയർ പ്രോഗ്രാം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സഞ്ചി എടുത്ത് വെക്കുന്നുണ്ട്. അതിലെന്താണെന്ന് നോക്കുമ്പം ഗോൾഡ് ബാർസ്. അത് ഒന്നും രണ്ടൊന്നല്ല, കുറേ ഉണ്ട്. ഓരോന്നിനും 200 മില്യൺ മതിപ്പ്. എന്റെ കാര്യം കറക്റ്റ് ആയിട്ട് നടക്കുവാണെങ്കിൽ 5 ബാർസും കൂടെ തരും. യോഹാൻ എന്ത് തന്നെ പറഞ്ഞാലും വാർഡന് അത് സമ്മതിച്ചേ പറ്റൂ. ആ ഗോൾഡ് ബാർസ് കാരണമല്ല, ആ സൈക്കോ ചെറുക്കന്റെ വർത്താനവും പ്രസൻസും മാത്രം മതി ഒരു മനുഷ്യൻ പേടിക്കാൻ. ജയിലിലെ ഇൻമേറ്റ്സിന് അവനെ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം എന്നാണ് പറയുന്നത്. അതും ജയിലിന് പുറത്ത്. ക്രൈറ്റീരിയ ആ പേപ്പറിലുണ്ട് എന്ന് പറയുന്നു. അതിലുള്ളത് റോബറി ചെയ്തവര്, കൊലപാതകം ചെയ്തവര്, പിന്നെ വയലന്റ് ഒഫൻഡേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെയാണ്. അഥവാ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും പറഞ്ഞു കേട്ടോ, നോ പ്രോബ്ലം. ഗെയിം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മനസ്സിലായോ? വാർഡൻ ജസ്റ്റ് തലയാട്ടുന്നുണ്ട്. യോഹാൻ അത് പോരാ, മനസ്സിലായോ എന്നിങ്ങനെ ഒച്ചയ്ക്കും കുറച്ചുകൂടെ ഉറപ്പിച്ചും ചോദിക്കുന്നുണ്ട്. ഇവിടെ ചെടികാട് CCTV ഫുട്ടേജ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് തേജുങ് പുറത്തു പോയത് എന്ന്. തേജുങ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അങ്ങനെ വെന്റിലേഷൻ കണ്ടുപിടിച്ച് അതിലെയും കഷ്ടപ്പെട്ട് കയറി അതിലേ പോയിട്ട് നേരെ എത്തുന്നത് സിവിൽ അഫയേഴ്സിലേക്ക്. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹീറോ മെയിൻ ഗേറ്റിലൂടെയാണ് ജയിലിൽ ചാടിയതെന്ന്. ഇവിടെ തേജുവും കണ്ണോർക്കുമ്പം ജയിലിന്റെ ഉള്ളിലെ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. പള്ളിയിലച്ഛൻ അബദ്ധത്തിൽ അവനെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ തീർന്നേനെ. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഡോക്ടർ വന്ന് കുത്തിവെച്ചത് എലി വിഷമാണെന്ന്. ടൈമിന് വന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ പടമായേനെ. അവനവിടെ നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചെടികാട് വരുന്നത്. നിന്നെക്കുറിച്ച് പല കഥകളാണല്ലോ കേൾക്കുന്നത്. ഒന്ന് പോയിസൺ കഴിച്ചിട്ടാണ് ഈ അവസ്ഥയിലുള്ളത് എന്ന്, പിന്നെ ഡ്രസ്സ് മാറി ജയിലിൽ നിന്ന് ഓടിപ്പോവാൻ നോക്കിയെന്ന്. ഇത് വല്ലതും സത്യമാണെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കും. നിനക്കിവിടെ എന്ത് കുറവാ വരുത്തുന്നത്? നിന്റെ അടുത്ത് ഞാൻ മനുഷ്യത്വപൂർവ്വമായിട്ടല്ലേ പെരുമാറുന്നത്? അത് ഏറ്റവും വലിയ ജോക്കാണെന്ന് തേജുങ്. എടാ, നീ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ശരിക്കും ഹേർട്ടായിട്ടോ. ബാക്കിയുള്ളവരുടെ അടുത്ത് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം കേൾക്കേണ്ടി വരും എന്നും പറഞ്ഞ് വീണ്ടും വൊമിറ്റിങ് കണ്ടിന്യൂ ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഗാർഡ് പറയുന്നത് അവനെ കാണാൻ വേണ്ടിയിട്ട് യോൺഷിക്ക് വന്നിട്ടുണ്ട് എന്ന്. എനിക്ക് വേണ്ടി ഈ ഒരു മെസ്സേജ് മാത്രം പാസ് ചെയ്താൽ മതി. വീണ്ടും രക്ഷിച്ചതിന് നന്ദി. ഇതെന്തടാ വല്ല സീക്രട്ട് കോഡുവാണോ? ഇല്ല, ജസ്റ്റ് നന്ദി മാത്രമാണ്. യോൺഷിക്കിൻ്റെ അടുത്തും പോയി പറയുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം പുള്ളിക്കും ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ അവൻ എന്താ ഉദ്ദേശിക്കുന്നേന്ന് ഗാർഡിന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്. രണ്ടുപേരും കൂടെ അങ്ങനെയാണെങ്കിൽ അതിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവത്തില്ല, ജസ്റ്റ് നന്ദി പറഞ്ഞായിരിക്കും എന്ന് അസ്യൂം ചെയ്യുന്നു. ഗംജയും ടീമും തേജുവും രക്ഷപ്പെടാൻ നോക്കിയതിനെ കുറിച്ചും പോയിസൺ കുടിച്ചതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഡോക്സുവിനെ സോളിറ്ററി സെല്ലിലാണല്ലോ അടച്ചിട്ടേക്കുന്നത്. കുറെ പേര് നമ്മുടെ ടീമിൽ നിന്ന് ഗംജന്റെ ടീമിലേക്ക് മാറി എന്നുള്ള ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വാർഡനും മറ്റു ഗാർഡ്സും കൂടെ വരുന്നുണ്ട്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഡോക്സുവിനെ അവർ നയിച്ചു വിടുകയാണ്. അങ്ങനെ പുള്ളിയും ടീമും നേരെ പോകുന്നത് തേജോങ്ങിന്റെ അടുത്തേക്ക്. ആ ചെറുക്കനെ അവിടെ നേരെ ഇരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. ഡോക്സു ആണെങ്കിൽ ഒരു പട കൂട്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ ആ ഡോക്ടറെ പുറത്തിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെടികാട് വന്നിട്ട് എന്തുപറ്റി ഇവിടെ ഇരിക്കുന്നതെന്ന് കാഷ്വലായിട്ട് ചോദിക്കുമ്പം അവിടെ എന്ത് നടന്നാലും
എനിക്ക് പങ്കൊന്നുമില്ല എന്നൊരുമാതിരി പറയുന്ന കേട്ടിട്ട് സംശയം തോന്നി ചെടികാട് അവിടുന്ന് പോന്നു. ഇവിടെ ഡോക്സുവിന്റെ ആൾക്കാരൊക്കെ കൂടി ചേർന്ന് നമ്മുടെ ചെക്കന്റെ കട്ടിലിന്റെ ചുറ്റും നിന്ന് അവരുടെ കയ്യിലുള്ള കത്തി വെച്ച് ഷഡേന്ന് കുത്തുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലാവുന്നത് അവിടെ തേജോങ് ഇല്ലാന്ന്. തേജോങ് മേലേന്ന് വന്ന് അടിക്കുന്നുണ്ട്. ഭയങ്കര ആട്ടിലാടി നടക്കുന്നു. ചെടികാട് വരുമ്പം അവിടെ കുറച്ചുപേര് ഡോക്സുവിന്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരൊരുമാതിരി നിൽക്കുന്ന കണ്ടിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴെന്തോ വശപ്പശക്ക് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ അകത്ത് ഭയങ്കര ആട്ടിലാടി നടക്കുവാണ്. തേജുങ്ങിനെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരേ സമയം എത്ര പേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? എന്നാലും ഒരുവിധം മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ വാർഡൻ ടീമിനെ മൊത്തം വിളിച്ചു വരുത്തി ഇൻമേറ്റ്സിനെ കമ്മ്യൂണിറ്റി സർവീസിന് വേണ്ടി അയക്കാൻ പോവാണ്. അതിനെല്ലാരും ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് ഒരു ചാക്ക് ഫുള്ള് പണം എടുത്ത് ടേബിളിലേക്ക് ഇടുവാണ്. ആദ്യം അതിൽ നിന്ന് പൈസ എടുക്കുന്നത് ടെറർ ഗാർഡ് വാരി എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെടികാട് സൈറൻ ഓണാക്കി വിട്ട് എല്ലാവരും അർജന്റായിട്ട് വരണമെന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ തേജുങ് ഭയങ്കരമായിട്ട് അടി മേടിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. ഒരാൾ അവന്റെ കഴുത്ത് ഭയങ്കരമായിട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു കത്തി വെച്ച് അയാളുടെ കൈ കുത്തി കീറുന്നു. ഇങ്ങനെ ഡീപ്പായിട്ടുള്ള ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ടീംസ് മൊത്തം ഇങ്ങോട്ടേക്ക് വരുന്നേ ഉള്ളൂ. തേജോങ് കണ്ണുപോലും കാണാത്ത രീതിക്ക് ഫുള്ള് രക്തത്തിൽ കുളിച്ച് അതും പോരാണ്ട് ആ പോയിസന്റെ എഫക്റ്റ് വേറെ. ഇനി ഡോക്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ ഗാർഡ്സ് ഒക്കെ അവര് നിന്നിടത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. ഇവരെ കണ്ടത് നേരെ ഇവരകത്ത് കയറി വാതിലടയ്ക്കുന്നു. ഗാർഡ്സ് വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അകത്ത് ഡോക്സ് പാട്ട് പാടിക്കൊണ്ട് അടുത്തേക്ക് വന്ന് നീ റൂസ്റ്റർ ഇയറിലല്ലേ ജനിച്ചത്? പൊതുവെ അവ കൂടുതൽ കാലം ജീവിക്കത്തില്ല എന്നാ പറയുക. നിന്നെ നോക്ക്, ഫുള്ള് ചോരയിൽ കുളിച്ച് ഇവൻ നിലത്ത് പോലും ബ്ലഡാണ്. ഒരു സിഗരറ്റ് വലിക്കുന്നു എന്നാ എന്നും പറഞ്ഞ് കൊടുക്കുന്ന പോലെ കൊടുത്ത് കത്തി വെച്ച് പള്ളക്ക് കുത്തിക്കയറ്റുന്നു. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം. ഇവിടെ ഉള്ളില് രണ്ടുപേരും തമ്മില് ഭയങ്കരമായിട്ട് അടി നടക്കുവാണെങ്കിൽ അവിടെ പുറത്ത് ഗാർഡ്സിനെ കാട്ടും ജയിൽപ്പുള്ളികൾ വന്ന് വാതില് അടച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവർ രണ്ടും ഭയങ്കരമായിട്ട് അടിയിട്ട് അവസാനം ഡോക്സു തേജുങ്ങിനെ കുത്തുന്ന പോലെ പോകുന്നുണ്ട്. അവിടെ അപ്പോഴേക്കും ഗാർഡ്സ് ജസ്റ്റ് വാതില് തുറന്നേ ഉള്ളൂ. തേജുങ് ഡോക്സുവിനെ പിടിച്ച് അവന്റെ അടുത്ത് കത്തി കുത്തുന്നുണ്ട്. ജസ്റ്റ് മിസ്സിന് നിലത്താണ് കുത്തുന്നത്. നമുക്കിവിടെ ഇതെല്ലാം നിർത്താം, ശരിക്കും മടുപ്പാണെന്ന് പറയാണ്. എന്നാ പിന്നെ ആ കത്തി എന്റെ തൊണ്ടയിലേക്ക് കുത്തിയിറക്ക്, എന്നാലേ നിർത്താൻ പറ്റുള്ളൂ എന്ന് ഡോക്സു ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുമ്പം അവൻ കത്തിയെടുക്കുന്നുണ്ട്. ആളുടെ ചെവി അങ്ങ് മുറിഞ്ഞു പോവാണ്. അപ്പോഴാണ് പോലീസിന്റെ എൻട്രി. ചെടികാട് ഇനി തേജുങ്ങിനൊന്നും നടക്കത്തില്ലാന്ന് പ്രോമിസ് ചെയ്തതായിരുന്നു. എന്നിട്ട് അവനിപ്പോ ചോരയില് കുളിച്ചാണ് നിൽക്കുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് തേജുങ് സോളിറ്ററി സെല്ലില് കിടക്കുന്നതാണ്. തേജിന് വിളിക്കുന്ന പോലെ തോന്നിയിട്ട് എണീറ്റ് നോക്കുമ്പം അവൻ അവിടെ ഉള്ളതുപോലെ തോന്നുന്നു. തേജുങ് ഓക്കെ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഓക്കെയാണ്, എങ്ങനെയും ഞാൻ ഇവിടുന്ന് പുറത്തു പോകുമെന്ന് പറയുമ്പം ഡേഞ്ചറസ് ആണ്, കെയർഫുൾ ആയിരിക്കണം എന്ന് അനിയൻ. എങ്ങനെയും ഞാൻ ഇവിടുന്ന് പുറത്തുപോയി നിനക്ക് ചെയ്തതിനൊക്കെ റീപേ ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞ് തീർക്കുന്നതും ആരോ അവന്റെ തലയിൽ കൂടെ കവറിട്ട് കൂട്ടിയിട്ടുമാണ്. തേജുങ്ങിന്റെ മാത്രമല്ല ഡോക്സു, ഗാങ്ജെ എന്ന് തുടങ്ങി കുറച്ചു പേരുടെ തലയിലൂടെ ആ കവറിട്ട് അവരൊരു കണ്ടെയ്നറിലേക്ക് കയറ്റി കൊണ്ടുപോവാണ്. എല്ലാരും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, തോക്ക് പിടിച്ചിട്ടൊക്കെ ആൾക്കാർ കൂടെ ഉണ്ട്. ടെറർ ഗാർഡാണ് കയറ്റി വിടുന്നതും. വേറെ ആരുടെയാ? യോഹാന്റെ പണി തന്നെയാണ്. 12 ഇൻമേറ്റ്സിനെയാണ് കൂട്ടിയിട്ട് പോകുന്നത്. ഓരോരുത്തരുടെയും പ്രൊഫൈല് നോക്കുന്ന സമയത്ത് തേജുങ്ങിനെ കണ്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. കൊല്ലാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് ഇപ്പൊ തൻ്റെ അടുത്തേക്ക് എന്നെ വരുന്നത് കണ്ടിട്ടായിരിക്കാം. എന്തോ ഫാക്ടറി കണക്കുള്ള വലിയൊരു സ്ഥലത്തേക്കാണ് ഇവരെല്ലാരെയും കൊണ്ടുവരുന്നത്. പിറ്റേന്ന് രാവിലെ നമ്പർ എഴുതിയ യൂണിഫോം ഒക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടിയാണ് ഇവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. നോക്കുമ്പോ അവിടെ ഒരുപാട് പേര് മുഖമൊക്കെ മൂടി ഗണ്ണ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ മേലെയായിട്ട് യോഹാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് ഓപ്പർച്യൂണിറ്റീൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് പ്രാന്തനെ പോലെ ഇരുന്ന് ചിരിക്കുവാണ്. ഇങ്ങനെ കാണാൻ സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു വൈബ് ഉണ്ട്. എന്താണ് ഈ സൈക്കോ ചെറുക്കൻ ആലോചിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ എപ്പിസോഡ് കഴിയുന്നത്.